KSRTC ബഡ്ജറ്റ് ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തിപ്പോരുന്ന ഉല്ലാസയാത്രയിലാണ് ഞാനിന്ന് പോകുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ ഹിൽ ടോപ്പായ പൊന്മുടിയിലേക്കുള്ള ഈ വൺ ഡേ ട്രിപ്പ് സംഘടിപ്പിച്ചത് നെയ്യാറ്റിൻകര ഡിപ്പോ ആണ്. നെയ്യാറ്റിൻകരയിൽ നിന്നും തുടങ്ങിയ ഈ യാത്ര തമ്പാനൂർ നിന്നും ബുക്ക് ചെയ്ത യാത്രക്കാരെയും കയറ്റി കാട്ടാക്കട ഡിപ്പോയിൽ എത്തിയപ്പോഴാണ് ഞാൻ പങ്കുചേർന്നത്. ടൂർ കോർഡിനേറ്ററും ഗൈഡുമായ മിസ്റ്റർ സി രാജൻ ആദ്യമേ തന്നെ യാത്രയെക്കുറിച്ചൊരു ലഘു വിവരണം നൽകി. നമ്മുടെ ഈ യാത്രയ്ക്കിടയിൽ തന്നെ നമ്മുടെ കുടുംബത്തിലെ എന്ത് വിശേഷം ഉണ്ടെങ്കിലും നമ്മൾ ആഘോഷിക്കൂലേ? ആഘോഷിക്കോ? അപ്പൊ ആഘോഷിക്കാൻ ഇവിടെ ഒരു ചടങ്ങില്ലേ? ഒന്നില്ല, ഞാൻ പറയാതെ തന്നെ അറിയാം. ഈ നമ്മുടെ യാത്രയ്ക്കിടയിൽ നമുക്ക് ബർത്ത്ഡേ ആഘോഷിക്കാം. പിന്നെ ഒരു കാര്യം, ഇവിടെ സ്ഥിരമായിട്ട് കാട്ടാക്കടയിൽ നിന്ന് 2 സർവീസുകളാണുള്ളത്, രാവിലെയും വൈകുന്നേരം. ഈ സെറ്റിൽമെന്റ് ഏരിയയാണ്. സെറ്റിൽമെന്റ് ഏരിയക്കകത്ത് 250 കുടുംബത്തോളം ഇവിടെ താമസക്കാരുണ്ട്. പിന്നെ കാട്ടാക്കട നിന്നും എടുത്ത ബസ് ആദ്യം പോയത് കോട്ടൂർ വനത്തിനുള്ളിലേക്കാണ്. വനത്തിലൂടെ ഒരു 5 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു. ചേനാമ്പാറ എന്നൊരു സ്ഥലം വരെയാണ് ഈ പോയത്. വനത്തിനുള്ളിലെ പച്ചപ്പുകളും കുളിരുകളും ഒക്കെ കണ്ട് ഉള്ളൊരു നല്ലൊരു യാത്രയായിരുന്നു. ഇടയ്ക്ക് വണ്ടി നിർത്തുകയും ചെറിയ വെള്ളച്ചാട്ടങ്ങളിൽ കാല് നനയ്ക്കുകയും ചെയ്യാം. മുപ്പത്തിരണ്ട് പേരടങ്ങുന്ന ഫുൾ സീറ്റിംഗ് കപ്പാസിറ്റിയിലാണ് ബസ് യാത്ര തുടങ്ങുന്നത്. വനത്തിലൂടെയുള്ള യാത്രയിൽ ഇടയ്ക്ക് മനോഹരമായ സ്ഥലങ്ങളെത്തുമ്പോൾ നമ്മുടെ സാരഥിയായ മിസ്റ്റർ സുരേഷ് വണ്ടി നിർത്തുകയും ഫോട്ടോ എടുക്കാനും ആ സ്ഥലങ്ങൾ ആസ്വദിക്കാനുള്ള സൗകര്യം ചെയ്തു തരുന്നുണ്ട്.
അങ്ങനെ മനോഹരമായ വനയാത്ര കഴിഞ്ഞ് തിരിച്ച് കോട്ടൂർ ജംഗ്ഷനിലെത്തി. ഇവിടെ നിന്നുമാണ് പ്രഭാത ഭക്ഷണം. പ്രഭാത ഭക്ഷണത്തിനായിട്ട് മാസ് റെസ്റ്റോറൻറ്റ് കോട്ടൂർ ജംഗ്ഷൻ, അവിടെയാണ് ഞങ്ങളുടെ വണ്ടി നിർത്തിയത്. ഭക്ഷണവും കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് കാപ്പുകാട് എലിഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിലേക്കാണ്. എൻട്രി ടിക്കറ്റിനുള്ള തുക നമ്മുടെ പാക്കേജിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരാൾക്ക് പാക്കേജിൽ 550 രൂപയാണ് ഈടാക്കുന്നത്. രാവിലെ ഇവിടെ എത്തിച്ചേർന്നത് കൊണ്ട് തന്നെ ആനകളെ കുളിപ്പിക്കുന്നതിനായി അവയുടെ കേജിൽ നിന്നും പുറത്തേക്ക് വരിവരിയായി പാപ്പാന്മാർ കൊണ്ടുവരുന്നത് കാണാൻ കഴിയും. അത് മനോഹരമായ അനുഭവം തന്നെയായിരുന്നു. വേറൊരു സമയത്തായിരുന്നുവെങ്കിൽ ഇവ കൂട്ടിൽ കെട്ടിയിട്ടിരിക്കുന്ന നിലയിൽ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. പെഡൽ ബോട്ടിങ്ങും കുട്ടവഞ്ചി സവാരിയും ഇവിടെ നടത്തിപ്പോരുന്നു. ആൾക്കൊന്നിന് 100 രൂപ വച്ചാണ് ഈടാക്കുന്നത്. ഒരു കുട്ടവഞ്ചിയിൽ 4 പേർക്കും ഒരു തുഴയക്കാരനുമാണ് കയറാൻ കഴിയുക. ആളൊന്നിന് 100 രൂപ വച്ച് ഒരു കുട്ടവഞ്ചിക്ക് 400 രൂപയാണ് ചാർജ്.
ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുഞ്ഞനാനകളെയാണ്. അതായത് KSRTCയുടെ ആനവണ്ടിയുടെ സിമ്പലായ കുട്ടിയാനകളെ പോലുള്ള കുഞ്ഞനാനകൾ. 4 വയസ്സും 5 വയസ്സും മുതലുള്ള നിറയെ ആനകൾ ഇവിടെ ഉണ്ട്. പള്ളിയിൽ കുരുങ്ങി കിടക്കും. പിന്നെ എന്തെങ്കിലും കാലിലോ കയ്യിലൊക്കെ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ അങ്ങനെ അങ്ങനെയൊക്കെ അറിയും. അപ്പോൾ ഇത് കണ്ടു നിൽക്കുന്ന ആൾക്കാർ നമ്മളറിയിക്കും. പിന്നെ പരമാവധി കൂട്ടത്തിലോട്ട് വിടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. പക്ഷെ പോയില്ല എന്നുണ്ടെങ്കിൽ ഇറങ്ങും. ഇത് മായ Cashew. Oh, so pretty. ആനപരിപാലന കേന്ദ്രം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് മാൻ പാർക്കിലേക്കാണ്. നെട്ടുകാൽ തേരി ഓപ്പൺ ജയിലിനടുത്തുള്ള മാൻ പാർക്ക്. മാനുകളെ പുനരധിവസിപ്പിക്കാനുള്ള സ്ഥലമാണിത്. നമ്മുടെ ഭാഗ്യത്തിന് മാനുകളൊന്നും കാടിനകത്ത് കയറാതെ തന്നെ പുറത്ത് നന്നായി കാണാൻ കഴിഞ്ഞു. വീണ്ടും യാത്ര തിരിക്കുന്നു. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ നെയ്യാർ ഡാമാണ്. ഏകദേശം 1 മണിക്കൂറിൽ കൂടുതൽ നെയ്യാർ ഡാമും പരിസരവും ചുറ്റി നടന്നു. ഒരു നല്ല കാഴ്ചയായിരുന്നു ഡാമിൻ്റെ പരിസരവും അതിന് മുകളിലൂടെയുള്ള. നമുക്കറിയാം ഇന്ത്യ പാകിസ്ഥാൻ അല്ലേ? നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയാണോ?
അല്ല ശരി. അപ്പൊ നമ്മുടെ ഈ കൂട്ടായ്മയിൽ അങ്ങനെ ആരുമല്ല. എന്നാൽ ഈ വീട്ടിലെ അമ്മായിയമ്മയും മരുമകളും ഇന്ത്യ പാകിസ്ഥാൻ മാതിരിയാണ്. ഇന്ത്യ പാകിസ്ഥാൻ നമുക്കറിയാം ഞങ്ങളുടെ ബന്ധാണെന്ന്. അപ്പൊ ഈ അമ്മാവിയമ്മയും മരുമകളും ഭയങ്കര ദൈവഭക്തരായിരുന്നു, ഭഗവാനോടൊക്കെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരായിരുന്നു, ഈശ്വരഭക്തിയൊക്കെ കുടുംബമായിരുന്നു. അപ്പോൾ ഒരിക്കലേ ഈ മരുമോള് ഭയങ്കര അമ്മാവിയമ്മനെ പോലെ ഭയങ്കര ഈശ്വരഭക്തിയായിരുന്നു. അപ്പോൾ ഈ മരുമോള് ഇങ്ങനെ പ്രാർത്ഥനയ്ക്കുള്ള ഈശ്വരൻ പ്രത്യക്ഷനായി പറഞ്ഞു, വത്സേ, നിന്റെ പ്രാർത്ഥനയിൽ നാം പ്രസാദിച്ചിരിക്കുന്നു, നിനക്ക് നാം 3 വരങ്ങൾ തരാമെന്ന് പറഞ്ഞു. എത്ര വരങ്ങളാ? എല്ലാവരും കേട്ടിരിക്കുന്നത് അറിവാണോ? 3 വരങ്ങൾ നാം നിന്നെ പ്രസാദിച്ചിരിക്കുന്നു, വത്സേ, നിനക്ക് 3 വരങ്ങൾ തരാൻ പറഞ്ഞു. മരുമകൾക്ക് സന്തോഷമായി, പെരുത്ത സന്തോഷം. അമ്മാവത്തെ കൊടുത്തിട്ടേ ഈശ്വരൻ ഈ ജന്മത്തെ പ്രത്യക്ഷപ്പെടുത്തില്ല. അപ്പോൾ നോക്കിയും കണ്ടും ചോദിക്കണം. അങ്ങനെ ഈശ്വരൻ അടുത്ത 3ാമത്തെ വരത്തിനായിട്ട് മരുമോള് ചോദിക്കണം, ആലോചിച്ചും കണ്ടും ചോദിക്കണം. ഇനി അവസാനത്തെ വരത്തോട് ചോദിച്ചിട്ടേ അമ്മാവമ്മയ്ക്കും കൊടുക്കും. മരുമോള് പറഞ്ഞു, എനിക്ക് ചെറിയൊരു കൊറോണ തരാൻ. എന്താ പറഞ്ഞ? ചെറിയൊരു കൊറോണ. പെട്ടെന്ന് ഈശ്വരൻ പറഞ്ഞു തഥാസ്തു. അപ്പൊ തന്നെ അപ്പുറത്തെ അമ്മാവന് പറയുന്ന വെട്ടിയുടെ ചക്കമതി ചപ്പേ എന്നൊരു വീഴ്ച. ആരാണ്? അമ്മാവിയമ്മ. അമ്മാവിയമ്മയ്ക്ക് എന്താ കിട്ടിയ? ഡബിൾ കൊറോണ. അമ്മാവിയമ്മയുടെ 1 കോടി രൂപയും കിട്ടി. എല്ലാ മാർക്കും സ്വന്തം മരുമോൾക്ക്. ഇതാണ് ന്യൂ ജനറേഷൻ മരുമോൾ. താങ്ക് യു. എന്തായാലും വലിയ പ്രയാസപ്പെട്ട് 7 പേര് ചേർന്നൊരു പാട്ട് പാടി വളരെ സന്തോഷമുണ്ട്. 7 പേര് ചേർന്നൊരു പാട്ട് പാടി വളരെ സന്തോഷമുണ്ട്. കൈയടിച്ച് എല്ലാവരും കൈയടിച്ച്. നല്ല രസമാണ്. ഇനി അടുത്ത പരിപാടി എന്താ? യേശു ഒരു പാട്ട് പാടി. നമ്മൾ സാറൊരു പാട്ട് പാടണം. ഉച്ചഭക്ഷണവും കഴിഞ്ഞ് ഇനി പൊന്മുടിയിലേക്കുള്ള യാത്രയാണ്. 22 ഹെയർ പിൻ വളവുകളാണ് ആകെ പോകേണ്ടത്. അത് കഴിഞ്ഞാൽ പൊന്മുടിയുടെ പടിത്തട്ടിലെത്തും, അപ്പർ സാനിറ്റോറിയം. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് അപ്പർ സാനിറ്റോറിയം പോകുന്ന വഴിയിലാണ് പുതുതായി പണി കഴിപ്പിച്ച പോലീസ് സ്റ്റേഷൻ്റെ കെട്ടിടം.
അങ്ങനെ ഞങ്ങളുടെ ബസ് പൊന്മുടിയുടെ മുകൾ തട്ടിൽ എത്തിക്കഴിഞ്ഞു. പൊന്മുടി അപ്പർ സാനിറ്റോറിയം എന്നറിയപ്പെടുന്ന സ്ഥലം. പൊന്മുടിയിൽ ഇവിടെ ഇനി ചുറ്റിക്കറങ്ങി നടന്ന് കാണാൻ 2.5 മണിക്കൂറോളം സമയമുണ്ടെന്നാണ് ടൂർ ഓപ്പറേറ്റർ ഞങ്ങളോട് പറഞ്ഞത്. തിരിച്ച് 5:30-ക്ക് ബസ്സിൽ എത്തിച്ചേരണമെന്നാണ് നിർദ്ദേശം. കൃത്യം 5:30 മണി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ മടക്കയാത്ര ആരംഭിച്ചു. നമ്മുടെ സാരഥിയായ സുരേഷ് ചേട്ടൻ്റെ ഡ്രൈവിംഗ് വൈദഗ്ധ്യം കൊണ്ട് തന്നെ ചുരമിറങ്ങിയത് എല്ലാവർക്കും ഒരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു. സന്തോഷമാണ്, ഹാപ്പിയാണ്. എല്ലാവരും ഞാൻ പറഞ്ഞതുപോലെ തന്നെ കൃത്യസമയങ്ങളിൽ എത്തിച്ചേർന്നു. അതുകൊണ്ട് ഉള്ള ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ പൊന്മുടിയിൽ ഈ വലിയ തിരക്കേറിയ ഈ ദിവസത്തിൽ നമുക്ക് എല്ലാ സ്ഥലവും സന്ദർശിക്കാനും നിങ്ങൾക്ക് ശരിക്കും നേരം അവിടെ സഞ്ചരിക്കാനുള്ള സമയം കിട്ടി. അല്ലെങ്കിൽ നമ്മൾ ബ്ലോക്കിൽപ്പെട്ട് കുറച്ച് സമയം മാത്രം അവിടെ ചെന്ന് എത്തിയെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. വളരെ അനായാസൊക്കെയാണ് അദ്ദേഹം ആ വളവ് തിരിച്ചു വന്നത്, വളരെ സ്പീഡിൽ. അപ്പോൾ അത് സ്പീഡുള്ള ഒരു ഡ്രൈവർ, വളരെ പരിചയമുള്ള ഡ്രൈവർക്ക് മാത്രം നമ്മൾക്ക് വളരെ ഭാഗ്യവാന്മാരാണ്. അതുപോലെ തന്നെ വളരെ നമ്മളെയൊക്കെ വളരെ പേഴ്സണലായിട്ട് വളരെ കെയർ. ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ല. അപ്പോൾ ഒരു ഡ്രൈവർ, ഈ കണ്ടക്ടർ സാറ് ഓടി വന്നു എൻ്റെ അടുത്തോട്ട്. ഞാൻ അപ്പുറത്തെ ഒരു കടയിൽ പോയി 2-3 ഗ്ലാസ് സർവ്വത്തെ കുടിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഈ
ഡ്രൈവർ, കാരണം ഇത്രയും യാത്രക്കാരുണ്ട്, പിന്നെ ഞാനൊരു യാത്രക്കാരനാണ്, അപ്പോൾ പുള്ളിക്കാരെ ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ പുള്ളി ഓടി വന്ന് എൻ്റെ അടുത്ത് വന്ന് ഭക്ഷണം കഴിക്കാതെ എന്താണ് കഴിക്കുന്നത്,